നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് മാഷും ചർച്ചയിൽ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഒപ്പം ഉണ്ടായിരുന്നു. ചർച്ച പോസിറ്റീവാണ് എന്നൊരു വാചകം പറഞ്ഞതായി നമ്മൾ കേട്ടു. പക്ഷേ കൂടുതൽ പ്രതികരിക്കാൻ KV തോമസ് മാഷ് നിന്നില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്താണ് ചർച്ചയുടെ അനന്തരഫലം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട്, നോബിളുണ്ട്. വളരെ കുറച്ച് സമയമാണ്, ഏകദേശം ഒരു 30 മിനിറ്റ് 40 മിനിറ്റോളം ഇല്ല 53ആയി 50 മിനിറ്റോളം ചർച്ചയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 മണിക്കാണ് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തിയത്. അതിനുശേഷം ഗവർണറും അവിടെ ഉണ്ടായിരുന്നു, രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹവും മുഖ്യമന്ത്രിയും KV തോമസും ധനമന്ത്രിയെ കണ്ടു, സ്വീകരിച്ചു. അതിനുശേഷമാണ് ചർച്ചകൾ നടന്നത്. നമുക്കൊപ്പം നോബിളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചർച്ചയിൽ വളരെ പോസിറ്റീവായ ഒരു ഔട്ട്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ കാര്യത്തിൽ. നോബിൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബിൾ, ചർച്ച പൂർത്തിയായി, നിർമ്മലാ സീതാരാമൻ മടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് KV തോമസ് മാഷ് പറഞ്ഞത്? പോസിറ്റീവാണെന്ന് മറ്റോ കേട്ടു. അരുൺ, പോസിറ്റീവ് ചർച്ച എന്ന് മാത്രമാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്, കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് KV തോമസ് വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കാൻ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ തയ്യാറായില്ല. വിശദമായി തന്നെ പിന്നീട് സംസാരിക്കാമെന്നാണ് അദ്ദേഹം നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ 1 മണിക്കൂറിൻ്റെ അടുത്ത് കൂടിക്കാഴ്ച നീണ്ടു നിന്നു. ഇവിടെ കൊച്ചി ഹൗസിൽ വിശദമായി തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങളടക്കം ചർച്ചയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഈ കൂടിക്കാഴ്ചയുടെ ആദ്യഘട്ടത്തിൽ ഇതിൽ പങ്കാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങാനുള്ളതിനാൽ അതിവേഗം മടങ്ങുകയും ചെയ്തു. പക്ഷേ വിശദമായി തന്നെ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആശാവർക്കർമാർക്ക് ഓണററി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിച്ചു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ തനതായ നെറ്റിപ്പട്ടം നിർമ്മലാ സീതാരാമൻ സമ്മാനമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അല്പം മുമ്പാണ് നിർമ്മലാ സീതാരാമൻ കൊച്ചി ഹൗസിൽ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് മടങ്ങിയത്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയായിരുന്നു ഉണ്ടായത് എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഇതിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കൊച്ചി ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയോട് നമ്മളിതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള വിവിധങ്ങളായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അതിനൊരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ തർക്കം ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ അടക്കം സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ച തീർച്ചയായും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PRDയും വ്യക്തമാക്കുന്നത് മികച്ചൊരു കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നിട്ട്